ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് റെഡിയാക്കാൻ പോണത്. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കുഞ്ഞുനാളിൽ, ഇപ്പം പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആദ്യം ഒരു പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക, കടുക് ഇടുക, സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുക, പിന്നെ സവാള ആഡ് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഞാനിത് ചതച്ചിട്ടാണ് ഇട്ടേക്കണത്. ഞാനിതിൻ്റെ മുഴുവൻ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും, ട്രൈ ചെയ്യണേ. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ നമുക്ക് സോയാ ചങ്ക്സ് ഇല്ലേ, അതും കൂടി ഒന്ന് വേവിച്ച് നന്നായിട്ട് 2-3 പ്രാവശ്യം നമ്മൾ ഈ സോയാ ചങ്ക്സ് വേവിച്ചതിന് ശേഷം കഴുകി നല്ല പിഴിഞ്ഞെടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു ചൊവയില്ലേ അതങ്ങ് പോകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അതും കൂടി ആഡ് ചെയ്തു. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് മാത്രമാണ് ഇതിലിടുന്നത്. പിന്നെ നമ്മൾ ഗരം മസാലയില്ലേ അതും ഇട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യും. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര എമ്മിയാണ്. കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു ഇത് കുറച്ചാൽ മതി കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. മോനുവിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അവൻ ആ ചാറ് മാത്രമാണ് അവൻ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഒരു ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ചായയും കൂടി ഇട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ബ്രേക്ക്ഫാസ്റ്റിനോട്. അങ്ങനെ ചായക്ക് വെച്ചു. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. സീരിയസ്ലി ഗൈസ്, ഭയങ്കര ഈസി ആയിരിക്കും, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പം നല്ല ചൂടപ്പം, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നേ. ഇതും നല്ല എളുപ്പത്തിൽ നമുക്ക് മാവ് ആട്ടിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനൊരു ദിവസം ഷെയർ ചെയ്യാമേ. മോനൂട്ടൻ ഗ്രേവി വെച്ചിട്ട് ഒരപ്പം കഴിച്ചേട്ടോ. അവന് ഗ്രേവി ഭയങ്കര ഇഷ്ടമായി. ഇനി എനിക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കണം, അതിന് ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും കൊടുക്കണം. അങ്ങനെ അപ്പം ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തോട്ടെ. അപ്പം കൊള്ളാമെന്ന് പറഞ്ഞു, ഭയങ്കര സൂപ്പറെന്ന്. പക്ഷേ അവന് ഗ്രേവി ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കൊള്ളാമെന്ന് പറയണേ. വെജിറ്റബിൾസ് തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഒരപ്പം കൂടി ഞാൻ എങ്ങനെയൊക്കെയോ കൊടുത്തു. സോഫ്റ്റ് ഇല്ലേ അപ്പം. പിന്നെ നമുക്ക് ഇന്ന് പുറത്തോട്ട് പോകണം. ഞാൻ പെട്ടെന്ന് റെഡിയായി, ഭയങ്കര ചൂട്, പെട്ടെന്ന് റെഡിയായി. അങ്ങനെ മോനുവിനെയും കൂടി കൊണ്ടുപോകണുണ്ട് കേട്ടോ. അപ്പോൾ ആളും റെഡി ആയിട്ടുണ്ട്. എവിടെ പോയാലും ഇവിടെ നിന്നൊരു ടോയ് കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കാണണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും കരയും കേട്ടോ. ഇതിങ്ങനെ കൊണ്ടുപോകും. ചില സമയത്ത് വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുവരും. ഇവനെ എടുക്കണം, കുഞ്ഞുനാളിൽ ഇവനെ എടുക്കണം, അതിനെ എടുക്കണമായിരുന്നു. ഇപ്പം ഞാൻ ചെറുതിൽ ഒതുക്കിയിട്ടുണ്ട്. കുഞ്ഞ് കാറ് മക്കളെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കുഞ്ഞ് കാറാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞ് കാറ്, വലിയ ഏതോ ഒരു പണ്ടാരം കാറാണ് എടുത്തുകൊണ്ട് വന്നത്, വലിയൊരു കാർ. ഞാൻ പറഞ്ഞതിൽ ചെറുതിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ. പകുതി വരെ ആൾ കൊണ്ടാക്കി. പിന്നെ നമ്മൾ ഓട്ടോയിലാണ് ബാക്കി ദൂരം പോയത്. പിന്നെ നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കടയിൽ കാണുമ്പോൾ എല്ലാ ചുരിദാറും, ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാ തുണികളും കൊള്ളാം, അടുത്ത് കിട്ടുമ്പോൾ എന്തോ ഒരു പോരായിക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ഇത്രയും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ തോന്നും. കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ ഡിസൈൻ ഭയങ്കര ഓവറായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ കൊള്ളാമെങ്കിൽ കളറ് കൊള്ളത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ഒരു പാറ്റേൺ ചില സമയത്ത് എനിക്ക് കിട്ടാറില്ലെന്ന് തോന്നും കേട്ടോ. ചിലപ്പോൾ ചോദിക്കും, ഇത്രയും ഡ്രസ്സ് ഇരുന്നിട്ടും നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഈ യെല്ലോയൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ എന്നാലും എൻ്റെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ ഇതൊക്കെ. ജസ്റ്റ് ഇങ്ങനെയൊക്കെ നോക്കി. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, എന്നിട്ട് ഇതാണോ എടുത്തതെന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ ഒരെണ്ണം ഞാൻ തപ്പി പിടിച്ചെടുത്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും അവനും തളർച്ചയായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണമായിപ്പോയി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പം അമ്മയും ഒക്കെ ഉണ്ട്. അപ്പം അവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് നാളായി കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയി ഒന്ന് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ടും ഭയങ്കര ക്ഷീണമായിപ്പോയി.
പിന്നെ നമ്മൾ തിരികെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അവന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ആദ്യമേ ഇതൊരെണ്ണം വാങ്ങിച്ച് കൊടുത്താൽ പിന്നെ സമാധാനമായിട്ടോ. പിന്നെ അവനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ കുറച്ച് ഓടി നടക്കും, അത്രയേ ഉള്ളൂ. നമുക്ക് ഓടുമ്പോൾ നമുക്ക് കടയാണെങ്കിൽ പോലും നമുക്ക് കിട്ടത്തില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറഞ്ഞൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തത് കൊണ്ട് അവൻ കുറച്ച് നേരം ഓക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല, ഓടിക്കളിക്കുക, അതാണൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ചുരിദാറിൻ്റെ തുണിയാണ് എടുത്തത്. തച്ച് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ എന്തായാലും കാണിക്കാവേ. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും സ്നേഹം. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.